TVS ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഒരു വിശിഷ്ട അതിഥി വന്നിട്ടുണ്ട്, ശ്രീ SP രഞ്ജിത്ത് കാരക്കോണം. നമസ്കാരം ശ്രീ രഞ്ജിത്ത്. കരാട്ടയിൽ തന്നെ അതും സാഹസിക ഇനങ്ങളിൽ വേൾഡ് റെക്കോർഡിന് ഉടമയായ വ്യക്തിയാണ്. നമ്മുടെ കാരക്കോണം സ്വദേശിയാണ്. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ജോലിയുണ്ട്. രഞ്ജിത്ത്, ആദ്യം എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് കടന്നത്? ആദ്യം ഈ കരാട്ടെ മേഖലയിലേക്ക് ഞാൻ വരാൻ കാരണം എന്ന് വെച്ചാൽ, ഞാൻ പഠിച്ചത് കാരക്കുളം BPM ഹൈസ്കൂളും ഗവൺമെൻറ് UP സ്കൂളും പഠിച്ചത്. ഞാൻ അന്നത്തെ കാലഘട്ടത്തിൽ ഈ സാഹസികത ഞാൻ സ്പോർട്സിൽ കൊണ്ടുണ്ടായിരുന്നു. എന്നാൽ ഈ സാഹസികത എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താ ചെയ്യുന്നത്, ഇത് പോൾ ഓട്ടുന്നൊരു സംഭവം ഉണ്ടായി. പോൾ ഉപയോഗിച്ച് ഹൈജം പോലെ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഞാൻ പഠിക്കുകയായിരുന്നു. ഭുവനേന്ദ്ര മാസ്റ്ററെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹം കേരള പോലീസിലെ അന്നത്തെ സർക്കിൾ ഇൻസ്പെക്ടറായിരുന്നു. കാരക്കുളത്ത് യുവജന സമാജം എന്നൊക്കെ ഒരു സംഘടനയുണ്ട്, ക്ലബ്ബ് OEFA കാരക്കുളം എന്ന് പറയുന്നത്. അതിലൊക്കെ ഞാൻ സ്പോർട്സിലോട്ട് നിന്ന സമയത്തും അദ്ദേഹത്തിൻ്റെ ഒരു കരാട്ടെ ഡെമോൺസ്ട്രേഷൻ എന്ന് കാരക്കുളം ഗവൺമെൻറ് UP ഉണ്ടായിരുന്നു. അന്ന് ഖിയാക്കൻ കരാട്ടെ എന്നതിൻ്റെ പേര്. ആ ഡെമോൺസ്ട്രേഷനിൽ ആ ഭുവനേന്ദ്ര മാസ്റ്റർ ആ പെർഫോമൻസും എല്ലാം കണ്ടപ്പോൾ എനിക്ക് അതിലേക്ക് ഒരു സാഹസികതയിലേക്ക് ആകർഷണമുണ്ട്. ഞാൻ അങ്ങനെ ആ ഒരു രീതിയിലാണ് ഭുവനേന്ദ്ര മാസ്റ്റർ കരാട്ടെ, അന്ന് റെഡ് ഡ്രാഗൺ കരാട്ടെ എന്ന പേര്, ആ കരാട്ടയിൽ ഞാൻ അങ്ങനെ ചേർന്നു. അതേപോലെ സാഹസികകാരനായിരുന്നു ഭുവനേന്ദ്ര മാസ്റ്റർ. താങ്കളും അതേ രീതിയിൽ തന്നെയാണെന്ന് തോന്നുന്നു. അതെ, ഞാനും അതേ രീതിയിലായിരുന്നു. അപ്പോൾ അവിടെ അത് കഴിഞ്ഞതിന് ശേഷം അവിടെ എത്തിപ്പെട്ടത് എങ്ങനെയാണ്? സാഹസികനത്തിന് ഭുവനേന്ദ്ര മാസ്റ്റർ എനിക്ക് വളരെയധികം പരിശീലനം, ഒരു ടെക്നിക്കൽ പരമായിട്ടുള്ള ഒരു ക്ലാസ്സുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് ആ ക്ലാസ്സിലേക്ക് എത്തിപ്പെട്ടത് എങ്ങനെയാണ്? ക്ലാസ്സിലേക്ക് ഇട്ടപ്പോൾ ഞാൻ വീട്ടിൽ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് കരാട്ട ക്ലാസ് പഠിക്കുന്ന ആഗ്രഹമുണ്ട്, മനസ്സിലാഗ്രഹമുണ്ട്. ഞാൻ വേറെ അങ്ങനെ കരാട്ട ക്ലാസ് പഠിക്കാൻ പോയ സമയത്ത് തന്നെ ഫീസ് അന്നത്തെ കാലത്ത് അറിയില്ല കാര്യങ്ങളൊക്കെ. അന്ന് വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ പോലും വളരെ കഷ്ടപ്പെട്ട് കുറച്ച് കരാട്ട പഠിക്കണമെന്നുള്ള ആഗ്രഹത്തിൽ തുടർന്ന് ഞാൻ പോയി. അപ്പോൾ ഈ ഭുവനേന്ദ്ര മാസ്റ്റർ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ നല്ല പെർഫോമൻസ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാരുടെ പ്രത്യേകിച്ച് ഒരു രീതിയിൽ കൊണ്ടുവരും. അപ്പോൾ ടെസ്റ്റുകളെ സംബന്ധിച്ച് എല്ലാ സിലബസും കരാട്ടെ നമുക്കൊരു ക്രൈസ് കണ്ടെല്ലാം പഠിച്ചുകൊണ്ട്, പക്ഷേ അന്ന് ബെൽറ്റ് ഇഷ്യൂ നടക്കുന്ന സമയത്ത് വേറെ മാസ്റ്റർമാരായിരുന്നു കാശ് നമ്മൾ കാശിൻ്റെ കൊടുക്കും. അപ്പോൾ ആ മാസ്റ്റർ ചിലപ്പോൾ പറയും ബെൽറ്റില്ലാതെ കാശിൻ്റെ അകത്ത് ഒരു ടെസ്റ്റ് വാങ്ങുന്നുണ്ട്, ബെൽറ്റ് വാങ്ങുന്നുണ്ട്. അപ്പോൾ മനസ്സിലൊരു ഭയങ്കരപ്പെട്ട ഒരു വികാരമുണ്ട്. ബെൽറ്റ് എന്ന് പറയുന്നത് നമ്മൾ അന്ന് 6 മാസം പഠിച്ചാൽ സിലബസ് നമ്മുടെ കയ്യിൽ കിട്ടുന്ന സംഭവം. അപ്പോൾ ടെസ്റ്റിന് ഫീസില്ലാത്ത ഇറങ്ങുമെന്ന് വെച്ചാൽ ഒരു അവസ്ഥ, അങ്ങനെയൊക്കെ ചില സംഭവങ്ങളുണ്ട്. തീവ്രമായ ഒരു പരിശീലനമാണ് അതെന്ന് ഭുവനേന്ദ്ര മാഷിൽ നിന്ന് കിട്ടിയത്. അല്ലേ? അപ്പോൾ അതിനുശേഷം സ്വന്തമായിട്ട് എപ്പോഴാണ് ഒരു കരാട്ടെ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ കരാട്ടെ പഠന കേന്ദ്രം തുടങ്ങണമെന്ന് ആഗ്രഹിച്ചത്? അത് ഈ ഭുവനേന്ദ്ര മാസ്റ്റർ എന്ന് വെച്ചാൽ ഈ ഇന്ത്യ മൊത്തം അറിയപ്പെടുന്ന ഒരാളാണ്. അദ്ദേഹം കേരള പോലീസ് SP IPS ഒക്കെ ആയിരുന്നു. അതായത് ഇതുപോലെ പേടി എന്ന് പറയുന്ന സംഭവമില്ല. സാധാരണ ഒരു കരാട്ടെ ഫൈറ്റിംഗ് ഉണ്ടായിരുന്ന സമയത്ത് നമ്മളാണെങ്കിൽ നമ്മളെക്കാളും വെയിറ്റ് കുറഞ്ഞ ആളെ, അതായത് എന്നെക്കാളും വെയിറ്റ് കുറഞ്ഞ ആളിനെ ഞാൻ ഫൈറ്റിംഗ് ചെയ്യും എന്നുവെച്ചാൽ നമുക്ക് അവനോട് ജയിക്കാൻ വേണ്ടി. പക്ഷേ ഭുവനേന്ദ്ര മാഷിനെ സംബന്ധിച്ചിടത്തോളം അതേ ഒരു 80 കിലോ ആണെങ്കിൽ 150 കിലോയുള്ള ആളുകളെ ഫൈറ്റിംഗ് കൊടുക്കും. ബ്രൂസ്ലി വെയിറ്റ് കുറവുള്ള സ്പീഡ്. അപ്പോൾ ആ ഒരു ക്രൈസാണ് ഭുവനേന്ദ്ര മാസ്റ്റർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറേ ശിക്ഷണവും ധൈര്യവും അദ്ദേഹത്തിൻ്റെ ഒരു കോൺഫിഡൻസ്. അദ്ദേഹം പലതരത്തിൽ ചെയ്യുന്നത്, ഏതൊരു പ്രവൃത്തി നമ്മളുടെ മാസ്റ്റർ എനിക്കിങ്ങനെ ചെയ്യുന്നത് ചെയ്യാനേ പറയുള്ളൂ, അല്ലെങ്കിൽ അത് ഡേഞ്ചറാണ്, നീ ഇപ്പോൾ കാർ കയറ്റാൻ ഭയങ്കര അപകടം പിടിച്ചത് അത് ചെയ്യണ്ട, അങ്ങനെ പറയും, നീ ചെയ്യടാ ബാക്കി ഞാൻ നോക്കിയിട്ടുള്ളൂ, അങ്ങനെ ഒരു ധൈര്യം അദ്ദേഹം തരുന്നു. ആ ഒരു മോട്ടിവേഷൻ എങ്ങനെയായിരുന്നു? മോട്ടിവേഷൻ ഈ കരാട്ടെ ഇപ്പോഴാണ് ഇഷ്ടം പോലെ ഈ എല്ലാ മുക്കിനൂലിൽ എല്ലാ കരാട്ടകളായി. അന്നത്തെ ഈ നമ്മുടെ ഈ തെക്കൻ കേരളത്തിലും തിരുവനന്തപുരം ജില്ലയിലും അറിയപ്പെടുന്ന ഒറ്റ കരാട്ടയും റെഡ് ഡ്രാഗൺ കരാട്ടെ. അതിൻ്റെ ഭുവനേന്ദ്ര മാസ്റ്റർ ഏകദേശം ഒരു 90% ആൾക്കാർ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായിരുന്നല്ലോ. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ തന്നെ വീട്ടിലുള്ള നമ്മൾ സുന്ദറായി മാസ്റ്ററുണ്ട്, അവരൊക്കെ നല്ല പെർഫോമൻസ് ചെയ്യുന്ന ആൾക്കാരാണ്. അങ്ങനെ അവരെ ഒരു ശിക്ഷണത്തിൽ തന്നെ ഞാൻ കരാട്ടെ ഒരു ലോക ശ്രദ്ധ ആകർഷിക്കണമെന്ന് അന്നേ എനിക്ക് എൻ്റെ മനസ്സിലൊരു ആഗ്രഹമുണ്ടെന്ന്, ഒരു ഗിന്നസ് റെക്കോർഡ് എന്നുവെച്ചാൽ ആ കാലഘട്ടത്തിൽ നമ്മുടെ കരാട്ടയിലുള്ള ആരും ഇതൊരു റെക്കോർഡ് സ്ഥാപിച്ചിട്ടില്ല. എൻ്റെ മനസ്സിൽ അങ്ങനെ അന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പോൾ കരാട്ടെ ഫീൽഡിലെത്തി സാഹസികത കുട്ടികളെ പഠിപ്പിക്കുന്നു. പിന്നീട് വേൾഡ് റെക്കോർഡ് എടുക്കണമെന്നുള്ള മോഹം എപ്പോഴാണ് പറഞ്ഞത്? വേൾഡ് റെക്കോർഡ് എടുക്കുന്ന ഒരു മോഹം എന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മളെ ഈ കരാട്ടെ സംബന്ധിച്ചിടത്തോളം ഭുവനേന്ദ്ര മാസ്റ്റർ മരണപ്പെട്ടതിന് ശേഷം ഈ കരാട്ടെ 4 അങ്ങ് സ്പ്ലിറ്റായിട്ട് ഭുവനേന്ദ്ര മാസ്റ്റർ പേരിലെങ്കിലും പല പേരിൽ അറിയപ്പെട്ടു. അപ്പോൾ എല്ലാം ഞാനും പ്രത്യേകിച്ച് നമ്മളെ വിശ്വാസമുള്ളൊരു മാസ്റ്റർ എടുത്തായി. എല്ലാവരും വിശ്വാസക്കാരാണ്, എന്നാൽ പോലും ഞാൻ ഒരാളുടെ അടുത്ത് വിശ്വസിച്ച് പോയി. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തന്നെ ഇപ്പോഴും വിളിക്കുന്നു.
അപ്പോൾ എനിക്ക് മനസ്സിൽ വെച്ചാൽ നമ്മളെല്ലാം ഒറ്റപ്പെട്ട രീതിയിലായിരിക്കുന്ന സമയത്ത് കരാട്ടെ കൂടുതൽ ഇപ്പം ഭുവനേന്ദ്ര മാഷ് പഠിപ്പിച്ച കരാട്ടെ കൂടുതൽ അറിയപ്പെടും എന്നുള്ള എൻ്റെ മനസ്സിലൊരു ആഗ്രഹമുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം പഠിപ്പിച്ചൊരു പ്രസ്ഥാനം ലോകമൊത്തം അറിയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ആ ഒരു രീതിയിലാണ് ഈ ഗിന്നസ് റെക്കോർഡ്, വേൾഡ് റെക്കോർഡ്, ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, കലാം ബുക്ക് ഓഫ് റെക്കോർഡ്സ്, അങ്ങനെ പല പല റെക്കോർഡ്സിനെ പറ്റി നമ്മൾ കംപ്ലീറ്റ് പഠിച്ചു. ഇതൊക്കെ എന്താണ്, ഏത് രീതിയിലാണ് നമ്മൾ കൈവശം എന്ന രീതിയിൽ പഠിച്ചതിന് ശേഷമാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു ഗിന്നസ് റെക്കോർഡ് എടുക്കുമ്പോൾ ഒറ്റയ്ക്കൊരു പ്രയത്നം മതിയാവില്ല. ഫ്രണ്ട്സിൻ്റെ സപ്പോർട്ട്, ഫാമിലി സപ്പോർട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ അറിയാലോ പഴയ ഗ്രൂപ്പുകൾ, 10ാം ക്ലാസ് തൊട്ടുള്ള ഗ്രൂപ്പുകൾ നമ്മൾ ഒരുമിച്ച് യൂണിയനൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇങ്ങനെയുള്ള ഗ്രൂപ്പിൽ നിന്ന് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. 100% സപ്പോർട്ട് കിട്ടി. ഞാൻ പഠിച്ച പള്ളിക്കൂടം ആ പഠിച്ച വിദ്യാർത്ഥികളെല്ലാം എൻ്റെ ഈ പ്രോഗ്രാംസ്, അതായത് വേൾഡ് റെക്കോർഡ് എടുത്ത സമയത്ത് എൻ്റെ കൂടെ അടുത്ത് വരികയും എനിക്ക് വേണ്ടി ഇതിലേക്ക് വളരെയധികം സപ്പോർട്ടും പിന്തുണയും ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ എൻ്റെ ഫാമിലി, എൻ്റെ മോള്, എൻ്റെ അമ്മ, ഭാര്യ, അങ്ങനെ എൻ്റെ ഫാമിലിയിൽ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ അവിടുത്തെ അന്നത്തെ സൂപ്രണ്ടിങ് സുൽട്ടായി സാർ, അവിടുത്തെ സ്റ്റാഫ് അംഗങ്ങൾ എല്ലാം വളരെയധികം എനിക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നു. ആ സാറിനെ പറ്റിയാണെങ്കിൽ പറയണമെന്ന് വെച്ചാൽ ഈ വേൾഡ് റെക്കോർഡ് ഈ കാർ ഇങ്ങനെ കയ്യിൽ കൂടി കയറ്റി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു 10-15 കാറോളം കയ്യിൽ കയറ്റാൻ നടത്തി. ഈ ബ്രീത്തിങ് ഇല്ല, ശ്വാസം നമുക്കില്ല, പിന്നെ ആ ഒരു പവറിലങ്ങ് നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും ഒരു റെക്കോർഡ്സ് സ്ഥാപിക്കുക എന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ സ്ഥാപിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ കിടന്നു. പിറ്റേ ദിവസം നോക്കിയപ്പോൾ ഈ ചിലർ ഈ കാറ് കയറ്റുന്ന ഡ്രൈവർമാർക്ക് ഒരു പരിശീലനം കാണില്ല. അവരെങ്ങനെയെങ്കിലും കാറ് അവരെ മനസ്സിൽ ചില കാറ് ഓടിച്ച് കയറ്റുന്ന രീതിയിലാണ്. പക്ഷെ അവരൊന്നും പറയാൻ പറ്റില്ല, ഇത്തരം ഡ്രൈവർമാരാണ് ചെയ്യുന്നത്. ഞാൻ ഉദ്ദേശിച്ചതിനെക്കാളും കുറവായിരുന്നു. ഞാൻ ഉദ്ദേശിച്ചത് 101 കാറാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ചിലർക്ക് ഒരു പരിശീലനം കുറവായിരുന്നു. ഇങ്ങനെ ഈ റെക്കോർഡ്സ് എനിക്ക് വേണ്ട ഇതല്ല, ഗിന്നസ് റെക്കോർഡും വേൾഡ് റെക്കോർഡും ഇത്ര പല പല റെക്കോർഡുകൾ സ്ഥാപിക്കാൻ സാധിക്കും. ഇപ്പോൾ ഓൾറെഡി എത്ര റെക്കോർഡ് രസമാണ്? 5 റെക്കോർഡ്. 5 റെക്കോർഡിനോടൊപ്പമാണ് നമ്മുടെ എക്സ്പീരിയൻസ് കാരക്കോട്. ഇനിയൊരു ലക്ഷ്യമുണ്ടല്ലോ, അടുത്ത റെക്കോർഡ് ഏതാണ്? അടുത്ത ഒരു ഇന്ത്യ ചൈന ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്ന റെക്കോർഡ്സ്. അതിൽ എന്തൊക്കെ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്? അതിൽ ചെയ്യുന്നത് ഈ ഒരു സാഹസികനല്ല, ഞാനത് കാർ കയറ്റുന്നതല്ല. അതായത് നമ്മളെ ഈ സമുദ്രനിരപ്പിൽ നിന്നും 5000 അടി മുകളിലുള്ള മല, ഉത്തര നിൽക്കുന്ന മലയിൽ നിന്നും 3 മിനിറ്റ് കൊണ്ട് ഏകദേശം ഒരു 50 മിനിറ്റ് 3 പുഷപ്സ് എടുക്കാൻ വേണ്ടിയാണ്. അതായത് ഇതിൻ്റെ ഇടയിൽ വല്ല ബ്രാക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് നിൽക്കേണ്ട ചെക്കിങ് ഒന്നുമില്ല. ബ്രാക്ക് ആയി കഴിഞ്ഞാൽ താഴെ പോകും. ഈ 50 മീറ്ററിൻ്റെ ഇടയിൽ സൗകര്യമുള്ളൂ ആളുകൾ അഥവാ സിപ്പായി നിർത്താൻ വേണ്ടിയുള്ള വലയം ചെയ്യുന്നത്. ഈ പറഞ്ഞതൊക്കെ അതിസാഹസികതയല്ലേ? സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ആ ഫാമിലി ഈ ഒരു കേസിൽ നിന്ന് സപ്പോർട്ട് ചെയ്യും. കാറ് കയറ്റുന്നത് വളരെ വിഷയമാണ്. എൻ്റെ മോളൊക്കെ ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്, ചെറിയ കാര്യങ്ങളൊക്കെ. വലിയ സപ്പോർട്ടൊന്നും ഇല്ലെങ്കിൽ ഒരു ചെറിയ രീതിയിലൊക്കെ പറയുന്നുണ്ട്. വെച്ചാൽ കൂടുതൽ ഇങ്ങനെ ചെയ്യണ്ട, എന്തിനാണ് ഇങ്ങനെ ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ പിന്നെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ. സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് എങ്ങനെയാണ് ഈ ടെസ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തത്? എനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഈ ടെസ്റ്റ് കൊടുക്കണമെന്നും അന്ന് വീട്ടിൽ അച്ഛന് ജോലിയൊന്നുമില്ല. അച്ഛൻ വർക്ക്ഷോപ്പ് ജോലിയാണ്. ആ ചില സമയത്ത് ജോലി കിട്ടും, അല്ലാത്ത സമയത്ത് ജോലി കിട്ടില്ല. അപ്പോൾ ഈ പഠിക്കുന്ന സമയത്ത് ഫീസിൻ്റെ കാര്യത്തിൽ എൻ്റെ ഒരു മാസ്റ്റർ ഭയങ്കര സ്ട്രിക്റ്റാണ്. 1.5 വർഷം ഫീസ് ചോദിക്കില്ല, വീട്ടു മാസ്റ്റർ ഫീസ് ചോദിക്കില്ല. അങ്ങനെ 2 മാസ്റ്ററുണ്ട്, അവർ ചോദിക്കില്ല. പക്ഷെ മാസ്റ്റർ ടെസ്റ്റ് നടത്തുന്ന ഒരു മാസ്റ്റർ പേര് ഞാൻ പറയുന്നില്ല, അതേ ഫീസ് ചോദിക്കും. ടെസ്റ്റിന് ഫീസുണ്ടോ? ടെസ്റ്റിന് ഫീസിൻ്റെ ടെസ്റ്റ് നോക്കും, വെളിയിലാക്കും. അപ്പോൾ ഈ വെളിയിൽ ഇറക്കി വിടുന്നവരും ടെസ്റ്റിന് വിജയിക്കുന്നവരെയും തമിഴ്നാട്ടിൽ ഞാൻ സുന്ദറായി മാസ്റ്റർ പറഞ്ഞ മാസ്റ്റർ അദ്ദേഹം വിളിച്ചോണ്ട് അന്നത്തെ ദിവസം നമുക്ക് പൊറോട്ടയും ബീഫ് ഫ്രീ ആണ്, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഭക്ഷണം, അങ്ങനെ ഒരു സംഭവമാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ ചിന്തിച്ച് ടെസ്റ്റ് തോറ്റതും ജയിച്ചാൽ വന്ന് പൊറോട്ടയും ബീഫും കിട്ടുമല്ലോ എന്നുള്ള മനസ്സിൽ സന്തോഷമുണ്ട്. ആ രീതിയിൽ അങ്ങനെ ഒരു ജീവിതം ഉണ്ടായിരുന്നു. അപ്പം നന്ദി രഞ്ജിത്ത്. എന്തായാലും ഇത്രയും നേരം ടി വി ഇൻസ്പിറേഷനോട് സംസാരിച്ചതിനും ഇത്രയും നേരം പങ്കുവച്ചു. താങ്ക് യു. താങ്ക് യു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക.